ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഇത് ഹോണ്ട ഡിയോ വണ്ടിയുടെ എഞ്ചിനാണ്. നിലവിൽ വണ്ടി റണ്ണിങ്ങിൽ ഓട്ടത്തിൽ വണ്ടി ഓഫായി പോയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഓയിൽ ഉണ്ടായില്ല. ഓയിലില്ലാതെ പിസ്റ്റൺ കയറി പിടിച്ചാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ അത് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ എഞ്ചിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സംഭവിച്ചതിന് ശേഷം വെച്ചാൽ ഓയിൽ ലെവലില്ലാതെ ഓടി പിസ്റ്റൺ നല്ല രീതിയിൽ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഉരുകി പിടിച്ചു. പിസ്റ്റണും കണക്ടറോട് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടറോടാണത്. കണക്ടറോടുമൊക്കെ നല്ല രീതിയിൽ ഉരുകി പിടിച്ചേക്കാം. ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്ത രീതിയിലേക്ക് ഉരുകി പിടിച്ചേക്കാണ്. ഇതാണ് അതിൻ്റെ സിലിണ്ടറിൻ്റെ അവസ്ഥ. അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ പിസ്റ്റൺ ഉരുകിയ ഒരു പീസൊക്കെ അതിനകത്ത് ഉണ്ട്. അലുമിനിയം പിസ്റ്റണാണ്. അതിൻ്റെ ഉരുകി അതിൻ്റെ ഉള്ളിൽ പിടിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. വീഡിയോയിൽ അത്രയും അങ്ങോട്ട് ക്ലിയർ അല്ല, നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. നല്ല രീതിയിൽ പിസ്റ്റൺ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ഈ ഓയിൽ ലെവൽ കുറഞ്ഞ് കൂടുമ്പോൾ വേറെയും കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ട്. ഇപ്പോൾ പിസ്റ്റണൊക്കെ ഡയറക്റ്റ് ഫസ്റ്റ് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് കാണിക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഇതിൻ്റെ ബെയറിങ്ങുകളാണ് പിന്നെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ അത് നമുക്ക് എഞ്ചിൻ ഹെഡിനകത്തേക്ക് വരുമ്പോൾ ഹെഡിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിങ് രണ്ടെണ്ണം പോയിട്ടുണ്ട്. സാധാരണ അങ്ങനെ കംപ്ലയിൻറ്റ് വരുമ്പോൾ റോക്രാമും പ്രോബ്ലം വരാറുണ്ട്. ഇതിന് റോക്രാമിന് വേറെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് മാത്രമേ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളൂ. എന്നാൽ ക്യാം ഷാഫ്റ്റിന് തേമാനം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് ബെയറിങ് മാത്രം ലേത്തി കൊടുത്താൽ മാറ്റാൻ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ വരുന്ന കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ വാൽവാണ്. വാൽവൊക്കെ നല്ല രീതിയിൽ ഡാമേജ് വന്നു പറഞ്ഞാൽ ഈ വാൽവിൻ്റെയൊക്കെ സീറ്റിങ് പോയേക്കാണ്. അപ്പോൾ വാൽവും നമ്മൾ ലെയ്ത്തിൽ കൊടുത്ത് വാൽവ് മാറ്റി, അത് കൂടാതെ കൊണ്ട് ഈ വാൽവിൻ്റെ ഗൈഡ് പോയിട്ടുണ്ടാവും. ആ ഗൈഡും കൂടി അടിച്ച് പുതിയ ഗൈഡ് അടിച്ച് സീറ്റിംഗ് ആക്കി എടുക്കണം. പിന്നെ പിസ്റ്റൺ അതിൻ്റെ ഉള്ളിൽ ഉരുകി പിടിച്ചേക്കണതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം നമ്മൾ മാറ്റേണ്ട ഒരു സിറ്റുവേഷനാണ് നിലവിൽ വന്നേക്കണം കേട്ടോ. അത്രയ്ക്കും ഡീപ്പായ ഒരു അവസ്ഥയിലേക്ക് കയറി പിടിച്ചു. എനിക്ക് തോന്നുന്നത് അങ്ങനെ കംപ്ലയിൻറ്റ് വരാനായിട്ട് കാരണം കഴിഞ്ഞ മാസം ഓയിൽ മാറ്റി എന്ന് പറഞ്ഞ്, അപ്പോൾ ഓയിൽ ലെവൽ അങ്ങനെ കുറഞ്ഞായിരിക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ ഓയിൽ ലെവൽ കുറവുണ്ടായി കാണും. അപ്പോൾ കൃത്യമായിട്ട് മാറ്റിയ ആളുങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല ഓയിൽ ലെവൽ കുറഞ്ഞാണ് കേസ്, ഇടയ്ക്ക് ചെക്ക് ചെയ്യണമെന്നുള്ള കേസ്. ഇടയ്ക്കൊന്ന് ലെവൽ നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ഈ കംപ്ലയിൻറ്റ് വരില്ലായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നിലവിൽ ഓയിൽ കത്തണുണ്ടെങ്കിൽ പോലും നമുക്ക് ഒട്ടുമിക്ക വണ്ടികളുടെ ഈ സിലിണ്ടർ പിസ്റ്റൺ മാത്രമാണ് നമുക്ക് റിപ്പയർ ചെയ്യേണ്ടി വരാറുള്ളൂ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഓയിലില്ലാതെ പിടിച്ചതുകൊണ്ട് തന്നെ ഈ കണക്ടർ റോഡിൻ്റെ ആ പിന്നും അടക്കം പിടിച്ചേക്കാണ്. ആ പിസ്റ്റൺ പിന്ന് കണക്ടർ റോഡും മുരുകി പിടിച്ചേക്കാം. ആ ഒരവസ്ഥയിലേക്കാണ് വണ്ടി ഓടി സ്റ്റക്കായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം നമ്മൾ മാറ്റേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത്യാവശ്യം എമൗണ്ട് വന്ന കേസാണ്. ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. മാറ്റേണ്ടി വന്ന പാർട്സ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകാം. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റ്, അതായത് വണ്ടിയുടെയൊക്കെ ഒരു ഹാർട്ട് എന്ന് പറയാം, അതാണ് അതിൻ്റെ മെയിൻ പാർട്ടാണ്. അതുമെയാണ് നമ്മളതിൻ്റെ പിസ്റ്റണൊക്കെ ബിൽഡ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഈ ഭാഗത്താണ് നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാം. ആ ഭാഗത്തുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഫസ്റ്റ് ഓയിൽ ലെവൽ കുറഞ്ഞ് പോകുമ്പോൾ കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് മാറണം, സിലിണ്ടറും പിസ്റ്റണും അടക്കം വരുന്നൊരു കിറ്റായിട്ടാണ് വരാം. ആ സിലിണ്ടർ കിറ്റ് മാറണം, വാൽവ് മാറ്റിയതിന് ശേഷം വാൽവ് ഗൈഡ് മാറ്റി റീസെറ്റ് ചെയ്യണം. ക്യാം ഷാഫ്റ്റിന് കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് സൈഡ് ബെയറിങ് മാത്രം മാറ്റി നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഇങ്ങനെ അഴിക്കണ സമയത്ത് നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ പ്ലഗൊക്കെ ക്ലിയർ ചെയ്ത് പോകണമാണ് നല്ലത്. കാർബറേറ്റർ അസംബ്ലിയൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടാം. എയർ ഫിൽറ്റർ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എഞ്ചിൻ വർക്കായിട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ഫ്രഷായിട്ട് തന്നെ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതേപോലെ തന്നെ എയർ ഫിൽറ്ററും പ്ലഗ് ഐറ്റംസൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം. ഇത് നമുക്ക് വർക്ക് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം. ഒന്ന്, നമുക്ക് ഈ കംപ്ലയിൻ്റ് ഉള്ള പാർട്സുകൾ കമ്പനി പാർട്സ് മേടിച്ച് അസംബിൾ ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എൻജിൻ ലൈഫ് നമുക്ക് മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. ഈ വണ്ടിക്ക് പറ്റിയത് എന്താ വെച്ചാൽ ഓയിൽ കറക്റ്റ് ടൈമിൽ മാറാതെ കൊണ്ടൊക്കെ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സിലിണ്ടർ പിസ്റ്റണിൽ സ്ക്രാച്ച് വന്നിട്ട് ഓയിൽ ലെവൽ മൈന്യൂട്ടായിട്ട് കത്തണുണ്ടായിരിക്കും, നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടാവില്ല. അതായിരിക്കാം ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറയും. അത് ഇന്ന രീതിയിൽ ചെയ്യണം, ഓയിൽ ചേഞ്ച് ഇന്ന കിലോമീറ്ററിൽ ചെയ്യണം. അത് കറക്റ്റായിട്ട് നിങ്ങൾ പാലിച്ച് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. ഏകദേശം 1 ലക്ഷം 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയാകുന്ന വണ്ടികൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പ്രോബ്ലം ഇല്ലാണ്ട്. അപ്പോൾ കറക്റ്റ് നമുക്ക് കൃത്യമായിട്ട് ഓയിലൊക്കെ മാറ്റി എൻജിൻ്റെ ആ പെർഫോമൻസ് നിലനിർത്തുക എന്നുള്ളതാണ് നമുക്ക് ഇതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റ് പറയാം. ഒന്ന്, ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും എന്നുള്ള കേസ് നോക്കിയിട്ട് പറയാം. പിന്നെ അത് തന്നെ നമുക്ക് എമൗണ്ട് ചുരുക്കണമെന്നുണ്ടെങ്കിൽ, എമൗണ്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് സിലിണ്ടറൊക്കെ നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. എമൗണ്ട് കുറയ്ക്കുന്ന സമയത്ത് പിസ്റ്റൺ മാത്രം മാറ്റിയാൽ മതിയാവും. അപ്പോൾ കുറച്ച് എമൗണ്ട് വ്യത്യാസം വരും. ക്രാങ്ക് ഷാഫ്റ്റ് ഫുള്ളായിട്ട് മാറ്റാതെ കൊണ്ട് അതിൻ്റെ കണക്ടർ റോഡും സൈഡ് ബെയറിങ്ങും മാറ്റി കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് പൈസ കുറയ്ക്കാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയത്തെ ലേബർ കോസ്റ്റൊക്കെ എങ്ങനെ നോക്കിയാലും സെയിം തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ ബോർ ചെയ്തിട്ടാലും അസംബ്ലി മാറ്റിയിട്ടാലും വന്ന പണിക്കാശൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പാർട്സ് ഡാമേജ് ഉള്ളത് മാറ്റി റീസെറ്റ് ചെയ്യുക.
കൃത്യമായിട്ട് വണ്ടി കൃത്യമായിട്ട് സർവീസ് ചെയ്ത് കൊണ്ടുപോകാം. ലൈഫ് ടൈം കംപ്ലയിൻ്റ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ അത് കൂടാതെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഫയറിങ്ങിൻ്റെ ഭാഗത്താണ് മെയിൻ കംപ്ലയിൻറ്റ്. അത് കൂടാണ്ടും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഓയിൽ ലീക്കൊക്കെ ഉണ്ട്. നിലവിൽ ക്ലച്ച് ഷാഫ്റ്റ് ഓയിൽ സീൽ കംപ്ലയിൻ്റ് ആയിട്ട് ഇവിടെ ലീക്കേജ് ഉണ്ട്. അത് കൂടാതെ ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്തും ലീക്കേജ് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ വന്ന് നിൽക്കുന്നുണ്ട്, ആ സൈഡിലും ഓയിൽ കാണുന്നുണ്ട്. അതും ഒരു കംപ്ലയിൻറ്റിൻ്റെ ആരംഭമാണ്. അതായത് ഈ സൈഡിൽ ഗിയർ ബോക്സ്, ഇത് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞ യൂണിറ്റ് സെപ്പറേറ്റ് ആണ് ഇതിന്. അപ്പോൾ അതിൻ്റെ ആ സൈഡിലത്തെ വീലിൻ്റെ ഭാഗത്ത് തന്നെ സൈഡിലത്തെ ഓയിൽ സീൽ ലീക്കായിട്ട് ആ ഓയിലാണ് ഈ പുറത്ത് വന്നേക്കണം കേട്ടോ. ഇവിടെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഭാഗത്തും ലീക്കേജ് ഉണ്ട്. അപ്പോൾ അതും കൂടി അഴിച്ച് കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് പോകണമെങ്കിൽ എഞ്ചിൻ്റെ ഭാഗം പെർഫോമൻസ് കറക്റ്റായിട്ട് പൊക്കോളും. പിന്നെയുള്ളത് CVT ക്ലച്ചാണ്. CVT ക്ലച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് നിലവിൽ ഓയിൽ സീലുകൾ മാറ്റി റീസെറ്റ് ചെയ്യും. അതിനകത്ത് നോക്കുമ്പോൾ അതിൻ്റെ CVT ക്ലച്ചിൻ്റെ ഓരോ പാർട്സുകളാണത്. ഇത് അതിൻ്റെ ക്ലച്ച് യൂണിറ്റാണ്. അതിനൊന്നും നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. വേരിയേറ്റർ ബോഡിക്കായാലും ചെറിയൊരു തേയ്മാനമൊക്കെ ഉണ്ട്, അത് പ്രശ്നമുള്ള കേസല്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഡ്രൈവ് ബെൽറ്റ് കിടക്കുന്നത്. ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് നമുക്ക് കിടക്കുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു മാക്സിമം ലൈഫ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ അറിയാം, ഈ സൈഡൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ബെൽറ്റും കൂടിയും കൂട്ടത്തിൽ കൂടെ മാറ്റി പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നിലവിൽ നമ്മൾ ഈ കാര്യം നമുക്ക് വണ്ടി ഓട്ടത്തിൽ ഓഫായി പോയി എന്നൊരു കംപ്ലയിൻ്റ് ഉള്ളത് സിലിണ്ടർ പ്രശ്നത്തിൻ്റെ ആണെങ്കിൽ കൂടി ചെയ്യുമ്പോൾ നമുക്കത് ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം മാറ്റി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്ത് ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ കിറ്റ്, വാൽവ് കിറ്റ്, ലെയ്ത്ത് വർക്ക് വരുന്നുണ്ട്. ആ എമൗണ്ട് അതിനകത്ത് ഉൾപ്പെടുത്തി അതിൻ്റെ ഓയിൽ സീലുകൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ക്ലച്ചിൽ വരുന്ന ഇപ്പോൾ ഞാൻ കാണിച്ചെന്ന ബെൽറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ബാക്കിലത്തെ ഗിയർ ബോക്സുമായി ബന്ധപ്പെട്ട ആ ഓയിൽ സീലിൻ്റേതായിട്ടുള്ള കംപ്ലയിൻസും അതും കൂടി നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. കാരണം ഈ ഭാഗത്തുള്ള മെയിൻ്റനൻസ് ചെയ്താലും ആ ഒരു ഒറ്റ ലേബർ കോസ്റ്റിൽ കഴിഞ്ഞ് പോയിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ഉൾപ്പെടുത്തി പറയണത്. നിങ്ങൾ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. എന്തായാലും പെർമിഷൻ കിട്ടാതെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും വർക്ക് നമ്മൾ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം കൃത്യമായിട്ട് പറയാം. ഇനിയിപ്പോൾ നേരിട്ടൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ട്. നേരിട്ടൊന്ന് നോക്കണമെങ്കിൽ നോക്കാം. നമ്മൾ അതിൻ്റെ കംപ്ലയിൻസ് മാക്സിമം നമ്മൾ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട്, ഡാമേജ് ഉള്ള പാർട്സുകളുടെ കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റ് നമ്മൾ പറയാം. അതായത് ഒന്ന് സിലിണ്ടർ പിസ്റ്റൺ ക്രാങ്കൊക്കെ മാറ്റി ചെയ്യുമ്പോൾ എത്ര വരും, ഇനി അതല്ലാതെ ക്രാങ്കും സിലിണ്ടർ കിറ്റും മാറ്റാതെ കൊണ്ട് ക്രാങ്കും സിലിണ്ടറും മാറ്റാതെ അത് റിപ്പയർ ചെയ്ത് ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് രണ്ടും തിരിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ അതിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഒന്ന് റിപ്ലൈ ഇടാം. എപ്പോഴും നമ്മൾ പറയാം, ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ ഈ ഭാഗം കംപ്ലൈൻ്റ് ഉള്ള പാർട്സുകൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം കമ്പനി സെറ്റ് ചെയ്യുന്ന അതേ ഒരു ക്വാളിറ്റി നമ്മൾ പുറമെ ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്ത ആ ഒരു ക്വാളിറ്റിയിൽ ചെയ്ത് കിട്ടാൻ സാധ്യത കുറവാണ്. സാധ്യത കുറവാണെന്നല്ല, മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി കിട്ടണമെന്നില്ല. എന്തായാലും നമ്മൾ ഏത് രീതിയിൽ ചെയ്താലും നമുക്കതിന് 1 ഇയർ വാറണ്ടി ഉണ്ട്. പാർട്സ് മാറ്റിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോ വാറണ്ടി വരും, ഷോപ്പ് വാറണ്ടിയാണത്. നേരെ മറിച്ച് ക്രാങ്ക് ലെയ്ത്തിൽ കൊടുത്തിട്ട് ഐറ്റംസ് റിപ്പയർ ചെയ്ത് ലോ കോസ്റ്റിലേക്ക്, അതായത് കോസ്റ്റ് കുറച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനും 1 വർഷം വാറണ്ടി ഉണ്ട്. പക്ഷേ അത് ലെയ്ത്ത് വാറണ്ടി ആയിട്ടായിരിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്താലും നമ്മൾ വാറണ്ടി അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി, നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.